ഇതുവരെ ഒരിക്കൽ പോലും മുടങ്ങാതെ 4 മാസത്തിലൊരിക്കൽ കൃത്യമായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് അത് എത്തും. ആ 2000 രൂപ അത് കർഷകർക്ക് ഉറപ്പാണ്, വിശ്വസിക്കാം. അങ്ങനെ 3 ഗഡുക്കളായി വർഷത്തിൽ 6000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തിനാ മടിക്കുന്നത്, ഇപ്പോൾ തന്നെ അതങ്ങ് ചെയ്തേക്കൂ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫെബ്രുവരി 24 പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അഥവാ PM കിസാൻ പദ്ധതി ആരംഭിച്ചത്. രാജ്യത്തെ ചെറുകിട കർഷകർക്കും നാമമാത്ര കർഷകർക്കും സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 2000 രൂപയുടെ 3 ഗഡുക്കളായി വർഷത്തിൽ 6000 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയാണ് അവരവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരുടെ ഇടപെടൽ ഒഴിവാക്കാനും അർഹരായ ആളുകൾക്ക് കൃത്യമായി തുക ലഭ്യമാക്കാനും സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ആശ്വാസം പകരുന്ന PM കിസാൻ പദ്ധതി അവസാനിക്കുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരവും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ ഒരു തുകയാണ് ലഭിക്കുന്നതെങ്കിലും കർഷകർക്ക് വിത്ത് വാങ്ങാനും വളം വാങ്ങാനും കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് ചെലവുകൾ നിറവേറ്റാനുമെല്ലാം ഈ തുക സഹായകരമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അവസാനിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് തുടരേണ്ടതാണ്. അതെ, അത് തുടരുക തന്നെ ചെയ്യും എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അർഹരായ കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 6000 രൂപയുടെ സഹായം ഇനിയും തുടരുക തന്നെ ചെയ്യും. PM കിസാൻ പദ്ധതിയുടെ കാലാവധി 2031 വരെ നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേൾക്കാനല്ലേ ഓരോ കർഷകനും ആഗ്രഹിക്കുക. 2030-31 സാമ്പത്തിക വർഷം വരെയാണ് PM കിസാൻ പദ്ധതി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി 3,15,614 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. അപ്പോൾ PM കിസാൻ തുടരും എന്ന കാര്യത്തിൽ ഉറപ്പായി. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. EKYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തവർക്കും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർക്കും തുക ലഭിക്കുന്നതിൽ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് PM കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ഗഡുവിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഉടനെ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ. PM കിസാൻ പദ്ധതി 2030-31 സാമ്പത്തിക വർഷം വരെ നീട്ടിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?